എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ SDPI ED പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ഉപകരണം മാത്രമെന്ന് SDPI. കൊടകര മോഷണക്കേസ് ED അട്ടിമറിച്ചെന്നാരോപിച്ച് SDPI ഏപ്രിൽ 3-ന് കൊച്ചി ED ഓഫീസിലേക്ക് മാർച്ച് നടത്തും. SDPIയുടെ ദേശീയ നേതാക്കൾക്കെതിരെ ED നടപടി തുടരുന്നതിനിടെയാണ് മാർച്ച്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ED. SDPIക്കെതിരെ ED നടത്തുന്ന അന്വേഷണം BJPയുടെ താൽപര്യപ്രകാരമാണെന്നുമാണ് SDPI ആരോപിക്കുന്നത്. കൊടകര കവർച്ച കേസ് ED അട്ടിമറിച്ചെന്നാരോപിച്ച് ഈ മാസം 3-ന് SDPI ED ഓഫീസിലേക്ക് മാർച്ച് നടത്തും. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. EDയുടെ ഈ പൊയ്മുഖങ്ങൾ ഞങ്ങൾ തുറന്ന് പൊതുസമൂഹത്തോട് സംവദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ അല്ലാതെ കോർണർ മീറ്റിംഗ് അടക്കമുള്ള വ്യാപകമായ പ്രചരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ വരുന്ന 3-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളത്ത് EDയുടെ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്താൻ പോവുകയാണ്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിക്കെതിരായ ED നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും SDPI ആരോപിക്കുന്നു. EDക്കെതിരെ പ്രചരണം നടത്താൻ ഒരുങ്ങുകയാണ് SDPI. സമൂഹ മാധ്യമങ്ങളിലൂടെയും വീടുകൾ കയറി നേരിട്ടുമാണ് പ്രചരണം. ഈ രാജ്യത്ത് അങ്ങനെ ഒരു വലിയ സംവിധാനം ED ഏകപക്ഷീയമായി നിലനിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് SDPIയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത്? ഇതേ നിയമം വെച്ചിട്ടാണ്. നമ്മുടെ ഈ നിയമത്തെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും ക്രൂര നിയമങ്ങളിൽ ടാറ്റയും പോട്ടയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ ക്രൂര നിയമമാണ് ഈ കള്ളപ്പണ വെളുപ്പിക്കൽ എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തിന്റെ അധികാരത്തെ കവർന്നെടുക്കുന്നതാണ്. ഒരു സംസ്ഥാനത്തോടും ചോദിക്കാതെ നേരെ വരികയും ആരെയും അറസ്റ്റ് ചെയ്യാം, ആരുടെ വീട്ടിലും കയറാം, എവിടെയും പോയി സ്വത്തുക്കൾ കണ്ടെത്താം, പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിയമ സംവിധാനത്തെ ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തേക്ക് എടുത്തു കളഞ്ഞുകൊണ്ട് EDക്ക് ഒരു അധികാരം കൊടുക്കുന്നത് വളരെ ക്രൂരമായ നിയമമാണ്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം കണ്ടെത്താൻ SDPI പ്രവർത്തിച്ചിരുന്നെന്ന് ED നേരത്തെ കണ്ടെത്തിയിരുന്നു. ഭീകര സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സായിരുന്നു SDPI. PFIക്ക് പിന്നാലെ SDPIയെയും നിരോധിക്കാൻ സാധ്യതകൾ ബലപ്പെടുമ്പോഴാണ് കേന്ദ്ര ഏജൻസിക്കെതിരെ പ്രചാരണവുമായി ഇവർ രംഗത്തിറങ്ങുന്നത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള നീക്കമാണ് SDPIയുടേതെന്ന വിമർശനവും ശക്തമാണ്. ജനം, കൊച്ചി.